ഇന്ന് നമ്മളിത് ഈ സംഭവം അൺബോക്സ് ചെയ്യാൻ പോവുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അടിപൊളി, സൂപ്പർ. കാണാണ്ട ഒന്ന് വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓ, ഒന്നും കാണാനല്ലേ, ഒരു മിനിറ്റ് തുറക്കട്ടെ. സൂപ്പർ, അടിപൊളിയുണ്ട്. ക്ലിയറാ? ഡാർക്ക് ലൈറ്റ് ബ്ലർ ഒന്നും ഇല്ലല്ലോ. ഇന്ന് നമ്മളിത് ഈ സംഭവം അൺബോക്സ് ചെയ്യാൻ പോവുക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയൊരു വെൽഡിംഗ് മെഷീനാണ് ഇത്. നമ്മളിത് ഓൾറെഡി യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാന്ന് വിചാരിച്ച്. എന്താ കാരണം വെച്ചാൽ നമ്മൾ വീഡിയോയിലേക്കൊക്കെ അത്യാവശ്യം ചെറിയ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വെൽഡിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് മെയിനായിട്ട് ഐബെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. അത് വലിയ സംഭവമൊന്നുമില്ല, വലിയ വലിപ്പം കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, ആർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ കൂടിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഞാൻ അത് ഓൾറെഡി ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങൾ പറഞ്ഞാൽ ഐബെൽ വെൽഡിംഗ് മെഷീൻ, ഐബെൽ M180 ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് പ്രൊഫഷണലായിട്ടൊന്നും പറയാൻ അറിയില്ല. അപ്പൊ അറിയണ പോലുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. ഓപ്പണാക്കി ഇത്രയും സംഭവമുള്ളതായിരുന്നു ഒരു വെൽഡിംഗ് മെഷീൻ. നമ്മുടെ പണ്ടത്തെ വെൽഡിംഗ് മെഷീൻ്റെ കൺസെപ്റ്റ് കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെൽഡിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണ്. ഇതൊക്കെ ആ ടെക്നോളജി ഒക്കെ മാറി ഇൻവെർട്ടർ വെൽഡിംഗ് മെഷീൻ കൂടിയാണത്. അത് സിമ്പിളായിട്ട് നമുക്ക് ഇൻവെർട്ടറിൽ വരെ കുത്തി ഉപയോഗിക്കാമെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ യൂസർ മാനുവലാണത്. ഇതിലെന്തോ ആക്സസറീസ് ആണോണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. വേണ്ട, ഇത്രയ്ക്കുള്ളൂ ഈ സാധനം. ഈ വെൽഡിംഗ് മെഷീൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇല്ല, ഒന്നുമില്ല. വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് വേണ്ട, നമുക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ബാഗ് കൊണ്ടുപോകുന്ന പോലെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ വെൽഡിംഗ് മെഷീനിൻ്റെ ഓർത്തിട്ട് വർക്കിനും പോകാം. അതുപോലെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണത്. അത് കണ്ട, വെൽഡിംഗ് മെഷീൻ്റെ വലിപ്പം കണ്ട, ഇത്രയേ ഉള്ളൂ. ഞാൻ കൈ വെച്ചിട്ട് ഇനി 10 രൂപയുള്ള കൈന് ബാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ വെൽഡിംഗ് മെഷീൻ്റെ വലിപ്പം. അത് ഫിനിഷിംഗ് ക്വാളിറ്റി ആണെങ്കിലും ടാഗ് മാത്രമല്ല നമുക്കിത് ഹോൾഡിംഗ് ഹാൻഡിൽ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ അത്രയും നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വെൽഡിംഗ് മെഷീനാണ്. അപ്പോൾ ഇത് നിങ്ങളാരും മേടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറഞ്ഞു. എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എഴുതിയിട്ടത്. അപ്പോൾ ആവശ്യക്കാർ മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. വയറൊക്കെ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. വയറൊക്കെ നമുക്ക് ടാഗ് ചെയ്ത് വയ്ക്കാം. അതുപോലെ എക്സ്ട്രാ ഒരു ടെമ്പററി ടാഗും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കത് ആവശ്യമില്ല, നമുക്കത് അഴിച്ച് കളയാം. കേബിളിന് അത്യാവശ്യം ഇത്രയും നീളമുണ്ട്. അപ്പോൾ അത്യാവശ്യം കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീനാണ്. നല്ല ക്വാളിറ്റി ആണ്. ഇപ്പോൾ പ്ലഗ് ആയിക്കോട്ടെ, കേബിൾ ആയിക്കോട്ടെ, മെറ്റീരിയൽ ക്വാളിറ്റി ആയിക്കോട്ടെ, നല്ലൊരു മെറ്റീരിയലാണ്. ഇനി നമുക്കിതിൻ്റെ ആക്സസറീസ് എന്തൊക്കെയാണ് ഇവർ കൂടെ തന്നിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഈ ബോക്സിലാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ തന്നിട്ടുള്ളത്. എന്തൊക്കെയോ കുലിക്കുന്നുണ്ട്, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. നമുക്ക് തുറന്നു നോക്കാം. ഓ, സൂപ്പർ, ഒരു സേഫ്റ്റി ഗ്ലാസ്സാണ്. പിന്നെ ഇതിൻ്റെ കേബിളാണ്. പിന്നെ ഇത് എന്താണെന്ന് എനിക്കറിയില്ല, അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. പിന്നെ ഇതിൻ്റെ അടുത്ത കേബിള്. അങ്ങനെ ഇത് രണ്ടും നെഗറ്റീവ് പോസിറ്റീവ് കേബിളുകളാണ്. അപ്പോൾ ഇത് രണ്ടും സൈഡിലേക്ക് ഇരിക്കട്ടെ. ബോക്സ് തൽക്കാലം സൈഡിൽ പോട്ടെ. വളരെ ആകർഷണമായിട്ട് തോന്നിയത് എന്താണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഗ്ലാസ് തന്നെയാണ്. സേഫ്റ്റി ഗ്ലാസ് വന്നിട്ട് നമുക്ക് സാധാരണ വെൽഡിംഗ് മെഷീൻ്റെ കൂടെ ഈ സേഫ്റ്റി ഗ്ലാസ്സുകളൊന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു സേഫ്റ്റി ഗ്ലാസ് വന്നിട്ടുണ്ട്. സീൽഡാണെന്ന് തോന്നുന്നു. എന്തായാലും ഉപയോഗിക്കണമെങ്കിൽ ഇത് കവർ പൊട്ടിച്ച് പറ്റും. ഓക്കെ, കണ്ട, നല്ല സൂപ്പർ സേഫ്റ്റി ഗ്ലാസ്സാണ്. അതിന് ഡബിൾ ലെയറൊക്കെ ഉണ്ട്. നമുക്ക് ഗ്ലാസ് പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ, ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. കണ്ട, സേഫ്റ്റി ഗ്ലാസ് നല്ല ഫിനിഷിംഗ് ഉള്ളൊരു സേഫ്റ്റി ഗ്ലാസ് ആട്ടോ. അത്യാവശ്യം എന്താ റബ്ബറാണ് പ്ലാസ്റ്റിക് ആണെന്ന് അറിയില്ല, റബ്ബർ ആണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ട്. ഓക്കെ, ഒന്ന് വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓ, ഒന്നും കാണാനല്ലേ, ഒരു മിനിറ്റ് തുറക്കട്ടെ. സൂപ്പർ, അടിപൊളിയുണ്ട്. നല്ല സേഫ്റ്റി ഗ്ലാസ് ആയിട്ടുണ്ട്. അപ്പോൾ വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് അടച്ചു വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. അത് ഷെയ്ഡ് വരാണ്ടിരിക്കാനോ അറിയില്ല. ഇപ്പോൾ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ ഒരു പക്ഷേ ഡാർക്ക് ഗ്ലാസ് ആയിരിക്കാം, വെൽഡ് ചെയ്യുമ്പോൾ മാത്രം കാണുന്ന ഒരു മെത്തേഡിനായിരിക്കാം ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം ഇത് ഓപ്പൺ ആയിട്ടിരുന്നോട്ടെ. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് സൈഡിലേക്ക് വയ്ക്കാം. ചെറുതായിട്ട് വെൽഡിംഗ് ഒക്കെ പഠിക്കാം, അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് മേടിച്ച്. അപ്പോൾ ആദ്യം ഇത് എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 കൊല്ലമായിട്ട് ഉപയോഗിക്കണ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വെൽഡിങ് മെഷീൻ മേടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വെൽഡ് ചെയ്തൊന്ന് നോക്കി നോക്കാം, എങ്ങനെ ഇതിൽ സംഭവങ്ങൾ നടക്കുമോ, നമുക്ക് ഇനിയിപ്പോൾ ദൂരെ കളയേണ്ടി വരുമോ. അപ്പോൾ ഇനി വെൽഡിങ് തുടങ്ങും. അപ്പോൾ വെൽഡിങ് തുടങ്ങുന്നേക്കാളും മുന്നേ നമുക്കിതിൻ്റെ ഫിക്സിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഏതൊക്കെ സ്ലോട്ടിലാണ് നമുക്കിത് കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് നോക്കാം. എന്താ കാരണം വെച്ചാൽ നമുക്കിത് നെഗറ്റീവ് പോസിറ്റീവ് 2 നോബുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വർക്കിംഗ് കറക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് അടിയിലത്തെ വന്നിട്ട് നെഗറ്റീവ്, മുകളിലത്തെ പോസിറ്റീവ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് എന്തിനാണ്, നെഗറ്റീവ് എന്തിനാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ എർത്താണ്. എർത്ത് വന്നിട്ട് ഇതിൽ കൃത്യമായിട്ട് ഇമേജ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എർത്തിങ് കേബിൾ വന്നിട്ട് എപ്പോഴും നെഗറ്റീവിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എർത്തിങ് കേബിൾ ഇതിൽ ഈ നോബ് എടുക്കുക, ഈ ഹോളിലേക്ക് ഇടണം. നമുക്ക് ഇതിന് ഗാർഡൊക്കെ കറക്റ്റായിട്ട് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഹോളിലേക്ക് കയറ്റി ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്ത് ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാലക്രമേണ അത് ചൂടായിട്ട് ഈ നോബ് പോകാൻ സാധ്യതയുണ്ട്. അപ്പം മാക്സിമം ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നെഗറ്റീവ് വന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ നോബിലാണ് വെക്കേണ്ടത്. ഓക്കെ, നെഗറ്റീവ് ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് പോസിറ്റീവ് വന്നിട്ട് ഇതാണ് നമ്മുടെ വെൽഡിംഗ് ഡാഡ് കണക്ഷൻ കൊടുക്കേണ്ട ഹാൻഡിലാണ് പോസിറ്റീവ് വന്നിട്ട്. അപ്പോൾ നമുക്ക് പോസിറ്റീവിൻ്റെ സ്ലോട്ടിൽ കറക്റ്റായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ രണ്ടും നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ കോണ്ടാക്ട് കിട്ടാനും അതുപോലെ ഇത് ലൂസായിട്ട് ഇതിൻ്റെ മുഴുവൻ കണക്ഷനൊക്കെ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്ത് വെക്കുക. വലിയ മുറുക്കി തിരിച്ച് നെറ്റൊക്കെ ടൈറ്റ് ചെയ്യണ പോലെ ടൈറ്റ് ചെയ്യേണ്ട. ആ ഗാർഡിൽ ജാം ആവണതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നെഗറ്റീവ് പോസിറ്റീവ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് നെക്സ്റ്റ് വെൽഡിങ് സ്റ്റെപ്പാണ്. അപ്പോൾ വെൽഡിങ്ങിന് വേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് ആദ്യം എടുക്കുക. ഗ്ലൗസ്, ഗ്ലാസ്, പിന്നെ ഫുൾ സ്ലീവ് ഷർട്ട്, പാൻറ് ഉപയോഗിക്കുക, ഷൂ ഉപയോഗിക്കുക. അത്രയും സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷമാണ് നമുക്ക് വെൽഡിങ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ വെൽഡിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ വെൽഡിങ്ങിന് നമുക്ക് ഇതൊക്കെ സെറ്റായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് പുറത്ത് വെച്ച് വെൽഡിങ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് നമ്മുടെ മെയിൻ പരിപാടി ആരംഭിക്കേ. ഗ്ലൗസ് എല്ലാം വലിച്ചു കയറ്റി കട്ടിംഗ് മെഷീൻ എല്ലാം കണക്ഷൻ കൊടുത്ത് അങ്ങനെ നമ്മുടെ സേഫ്റ്റി ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ആവശ്യമുള്ള കമ്പി കഷ്ണങ്ങളെല്ലാം ശേഖരിച്ച് കൊടുന്ന് കറക്റ്റ് അളവുകളിൽ ചർക്ക പുറക്കാൻ കട്ട് ചെയ്ത് അങ്ങനെ കമ്പി കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി വെൽഡിങ് ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ വെൽഡിംഗ് മെഷീനെല്ലാം കണക്ട് ചെയ്ത് വാല്യൂസ് എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് ഓൺ ചെയ്ത് അങ്ങനെ കത്തുണ്ടോ എന്ന് നോക്കി. വെൽഡിംഗ് മെഷീനല്ല, വെൽഡിംഗ് കത്തുണ്ടോ എന്ന് നോക്കി. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് എല്ലാ കമ്പി കഷ്ണങ്ങളും കൂട്ടി യോജിപ്പിച്ച് ഇടം മൂലം വെച്ച് നടുക്കിൽ മറ്റൊരു കഷ്ണം വെച്ച് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മുടെ 3 ഫിംഗർ ഹാൻഡ് ടൂൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഒരു ടൂളാണ് ഉണ്ടാക്കിയത്. അത്യാവശ്യം നമുക്ക് മണ്ണ് മാന്താനൊക്കെ സുഖമായിട്ട് പുല്ല് പറിക്കാനും ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാനും ഒട്ടും മടി കാണിക്കരുത്.